السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أما بعد فأوصيكم ونفسي بتقوى الله. മാസം തോറും വിപുലമായി നടത്തി വരാറുള്ള പുത്തൻതെരു സ്വലാത്ത് മജ്ലിസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയും അതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെയും ഇത് വീക്ഷിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ശൈഖുനാ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്വലാത്ത് മജ്ലിസ് മുഖേന നാം ഓരോരുത്തരുടെയും ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിനെതിരായ വ്യാപക ആക്രമണമാണ് കുറച്ചു വർഷങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണതിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ വർഗീയതയിൽ നിന്ന് ഈ സമുദായത്തെയും ഇതര സമുദായങ്ങളെയും രക്ഷപ്പെടുത്താനുള്ള മാർഗമെന്ത്? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പശുക്കടത്താരോപിച്ച് നിരവധി പേരെയാണ് ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടത്. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ പശുക്കടത്താരോപിച്ച് 3 പേരെ പശു സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവർ കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ അലിഗഡിൽ മോഷണക്കുറ്റം ആരോപിച്ചാണ് മുസ്ലിം യുവാവിനെ അടിച്ചു കൊന്നത്. മധ്യപ്രദേശിലെ മഡ്ലയിൽ ഫ്രിഡ്ജിനുള്ളിൽ ബീഫുണ്ടെന്നാരോപിച്ച് മുസ്ലിങ്ങളുടെ 11 വീടുകൾ തകർത്തു. ലക്നൌവിൽ മുസ്ലിങ്ങളുടെ 100 കണക്കിന് വീടുകൾ പൊളിച്ചു നീക്കി. ഗുജറാത്തിലെ വഡേബരയിൽ മുഖ്യമന്ത്രിയുടെ പാർപ്പിട പദ്ധതിയിലെ താഴ്ന്ന വരുമാനക്കാരുടെ ഭവന സമുച്ചയത്തിൽ ഒരു മുസ്ലിം വനിതയ്ക്ക് ഫ്ളാറ്റ് അനുവദിച്ചതിനെതിരെ ചില ആളുകൾ പ്രതിഷേധവുമായി എത്തി. ഹിമാചൽ പ്രദേശിലെ നഹാനിൽ ബലിപെരുന്നാൾ ദിവസം ഒരു മുസ്ലിം യുവാവിന്റെ കട കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഗോവധം ആരോപിച്ച ഇയാൾക്കെതിരെ കേസുമെടുത്തു. സംഭവത്തെ തുടർന്ന് 16 മുസ്ലിം കടയുടമകൾ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായി. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാജ്യത്ത് ഇന്ന് വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. Friends, listening to my voice, we must understand that there is communal polarization in this country. അതുകൊണ്ട് തന്നെ നാം ഉണരേണ്ടതുണ്ട്, നാടിനെ ഉണർത്തേണ്ടതുമുണ്ട്. ഈ വർഗീയതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ജാതി മതഭേദമന്യേ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് മാത്രമാണ്. അതോടൊപ്പം കാര്യങ്ങളെല്ലാം റബ്ബിലേക്ക് തവക്കുലാക്കുകയും കർമ്മങ്ങൾ നന്നാക്കി ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്ക് ഈ പരിപാടിയിൽ നിങ്ങളുമായി സംസാരിക്കാൻ സൗകര്യമൊരുക്കി തന്ന എൻ്റെ ശൈഖുനാ ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ ഞങ്ങളാക്കിയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുപോലെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന വീട്ടുകാർക്ക് അല്ലാഹു തആല റഹ്മത്ത് ചൊരിയട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.